ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആത്മാർത്ഥമായി ചേർന്ന് പാടിക്കട്ടെ. എന്റെ ഇഷ്ടങ്ങളൊന്നുമേ വേണ്ട യേശുവേ. വേണ്ട യേശുവേ. അങ്ങയുടെ ഹിതത്തിന് നിറവ് വേണം കർത്താവേ. നിന്റെ ഹിതത്തിൻ നിറവിൽ ഞാൻ പ്രശോഭിക്കട്ടെ. ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. എല്ലാ ധരങ്ങളും തുറന്ന് ചേർന്ന് പാടിക്കട്ടെ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. Thank you, Jesus. ഹല്ലേലൂയ, നന്ദി കർത്താവേ. Thank you, Jesus. Thank you. Thank you, Jesus. Thank you, Master. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ജീവവചനത്തിന്റെ ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഭൂമിയിലും സ്നേഹം, സ്വർഗത്തിലും സ്നേഹം എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളെ വിളിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, തികഞ്ഞ ഒരു ദൈവഭക്തൻ, അവൻ ആത്മനിറവുള്ള ജീവിതം നയിക്കുന്നവൻ എന്ന് തെളിയിക്കുന്നതിന് ആധാരമായിരിക്കുന്ന ദൈവിക ദാനങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നുള്ളത്. വിശ്വാസികളിൽ വിളങ്ങി നിൽക്കേണ്ട വിഷയങ്ങളാണ് അല്ലെങ്കിൽ അനുഭവങ്ങളാണ് ഇവ മൂന്നും. ഇന്ന് ആത്മീക ഗോളത്തിൽ വിശ്വാസം ഇല്ലാത്ത വിശ്വാസിയെയും പ്രത്യാശയില്ലാത്ത ഭക്തന്മാരെയും
സ്നേഹമില്ലാത്ത സ്വസ്നേഹികളെയും ഏറെ കാണാൻ കഴിയുന്ന ഒരു അന്ത്യകാലഘട്ട സമയമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. ഈ ലോകത്തിൽ ഒരു വിശ്വാസിയിലുള്ളതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ഏതൊരു ഭക്തനായ വിശ്വാസിയുടെ ജീവിതത്തിലും കഷ്ടവും വേദനയും രോഗവും നഷ്ടവും ഒക്കെ കടന്നു വരാം. അതൊക്കെ കടന്നു വന്നാൽ ഒരുവന്റെ സന്തോഷത്തെയും സമാധാനത്തെയും അതൊക്കെ ബാധിക്കും. ആരോഗ്യം, സൗന്ദര്യം ഇവയൊക്കെ ക്ഷയിച്ചു പോകാം. പിന്നെയോ വിരൂപത്വമുണ്ടായേക്കാം, ക്ഷീണിതനുമായേക്കാം, സമ്പത്ത് ചോർന്നു പോയേക്കാം, മറിച്ച് ദരിദ്രനായി തീർന്നേക്കാം, രക്തബന്ധങ്ങൾ ഉപേക്ഷിച്ചേക്കാം, ഏവരാലും തള്ളപ്പെട്ടേക്കാം, മക്കൾ നഷ്ടപ്പെട്ടു പോയേക്കാം, ജീവിത പങ്കാളിയെ നഷ്ടമായേക്കാം, സുഖലോലുപതകളൊക്കെ നശിച്ചു പോയേക്കാം. ഈ ലോകത്തിൽ തനിക്കുണ്ട് എന്ന് അഭിമാനിക്കാവുന്നതെല്ലാം പ്രിയരെ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതാണ്. ഇവയൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ മുകളിൽ പറയുന്നവയൊക്കെ ഒരു യഥാർത്ഥ ദൈവഭക്തിയുള്ള മനുഷ്യനിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് പിശാചിന്, ലോകത്തിന്, ജഡത്തിന് ഇത്രയൊക്കെ അവനിൽ നിന്ന് എടുത്തു കളയുവാൻ ഒക്കുകയുള്ളൂ എന്നവൻ തിരിച്ചറിഞ്ഞു. എന്നാൽ അവനിൽ നിന്ന് അപഹരിക്കുവാനാവാത്ത 3 കാര്യങ്ങൾ അവന്റെ സ്നേഹവാനായ, അവനെക്കുറിച്ച് കരുതലുള്ള സ്വർഗീയ പിതാവാം ദൈവം അവനിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് അവനിൽ നിലനിൽക്കുന്നതാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇടയായിത്തീരും. ആ കാര്യങ്ങൾ 3 തരം ദൈവിക ദാനങ്ങളാണ്. അവയാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും. ഇതിനുദാഹരണമാണ് പുരാതന ഭക്തനായ ഇയ്യോബ് എന്ന ദൈവഭക്തന്റെ ത്യാഗസമ്പൂർണമായ ജീവിതം. തൻ്റേതെല്ലാം, തനിക്കുള്ളതെല്ലാം, തൻ്റെ ആരോഗ്യം, തൻ്റെ സൗന്ദര്യം, തൻ്റെ സമ്പത്ത്, തൻ്റെ മക്കൾ എന്നിവയെല്ലാം സാത്താൻ അപഹരിച്ചെടുത്തു. തൻ്റെ ഭാര്യയെയും തനിക്ക് എതിരാക്കി തീർത്ത ദുഷ്ടപിശാച്. എന്നാൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ശത്രുവിന് അപഹരിക്കാനാകാതെ ഭക്തൻ അത് നിത്യസമ്പത്തായി തന്നിൽ തന്നെ നിലനിർത്തുവാൻ ഇടയായിത്തീർന്നു. പ്രിയരെ, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവനിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 അവൻ തൻ്റെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം അവനിലുണ്ട്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കുമേ കഴിയുകയില്ല. വിശ്വാസം ഉള്ളവനിൽ നിശ്ചയമായും പ്രത്യാശയും ഉണ്ടായിരിക്കും. ആ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്. വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവപൈതൽ ദൈവസ്നേഹം ഉള്ളവനുമായിരിക്കും. ദൈവസ്നേഹത്തിൽ നിന്നാണ് പ്രിയരെ നമ്മുടെ സ്നേഹം ഉളവാകുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ സ്നേഹം ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. റോമലേഖനത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. പ്രിയരെ, ദൈവം നമുക്ക് സ്നേഹം പകർന്നിരിക്കുന്നതിനാൽ നാം അന്യോന്യം സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. 1 യോഹന്നാന്റെ ലേഖനത്തിലെ വാക്യങ്ങളാണ് ഈ വായിച്ചു കേട്ട ഉത്തരം. പ്രിയരെ, എന്തുകൊണ്ട് നാം സ്നേഹിക്കണം? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാമും സ്നേഹിക്കണം. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ എന്നൊരു മാതൃകയാണ് അവിടെ പറയുന്നത്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം അന്യോന്യം സ്നേഹിക്കണം. ഭക്തനിൽ വ്യാപരിക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്നാണ് ആ വാക്യത്തിൽ ഓർപ്പിക്കുന്നത്. ദൈവസ്നേഹത്തിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ആദ്യം നമ്മെ തിരഞ്ഞെടുത്തതും നമ്മെ വിശ്വാസത്തിലേക്ക് ആനയിച്ചതും. ദൈവസ്നേഹത്തിൽ നിന്നും തന്നെയാണ് പ്രത്യാശയും വരുന്നത്.
നാം എന്താണ് പ്രത്യാശിക്കുന്നത്? നാം പ്രത്യാശിക്കുന്നത് രക്ഷയും നിത്യജീവനുമാണ്. നമ്മുടെ പ്രത്യാശ അതുതന്നെ ആയിരിക്കണം, നമ്മുടെ രക്ഷയും നിത്യജീവനും. ഒരിക്കൽ നാം നമ്മുടെ സ്വർഗീയ പിതാവിനെ മുഖാമുഖം കാണുമെന്നും അവന്റെ സ്നേഹത്തിൽ നിത്യമായി വസിക്കുമെന്നും പ്രത്യാശിക്കുന്നു. കൂടപ്പിറപ്പുകളെ, ഒരിക്കലും നശിക്കാത്തതും ഒഴിഞ്ഞു പോകാത്തതുമായ എന്തെങ്കിലും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവോ? നിങ്ങളുടെ സ്വന്തമെന്ന് പറയുന്നതെല്ലാം ഒഴിഞ്ഞു പോകും. ഒന്നിലും നമുക്കിവിടെ അഭിമാനിക്കുവാനില്ല. എന്നാൽ നിങ്ങളിൽ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും എന്നീ സ്വഭാവങ്ങൾ നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ പ്രിയരെ, നിങ്ങൾ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും സമ്പന്നരുമാണ്. ഇവയിൽ വലിയതായ സ്നേഹം നിങ്ങളെ നിത്യതയിലും പിൻപറ്റുവാൻ ഇടയാണ്. സ്വർഗത്തിൽ സ്നേഹം മാത്രമേ കാണുകയുള്ളൂ. കാരണം അവിടെ ജീവിക്കുവാൻ വിശ്വാസവും പ്രത്യാശയും വേണ്ടിവരില്ല. അത് നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം നടക്കുന്നതുവരെ മാത്രം മതി. എന്നാൽ സ്നേഹം ഏറ്റവും വലിയതും സ്വർഗത്തിലും അത് അനുഭവിക്കുവാൻ കഴിയുന്നതുമാണ്. നമ്മുടെ ദൈവവും സ്നേഹം തന്നെയാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ഞങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുവിക്കപ്പെടട്ടെ. കർത്താവ് രക്ഷയും നിത്യജീവനും പ്രത്യാശിച്ചുകൊണ്ട് ഒരിക്കൽ ഞങ്ങളുടെ പ്രാണപ്രിയന്റെ മുഖം നേരിട്ട് കാണും, പ്രാണപ്രിയനോടൊപ്പം ആയിരിക്കും എന്നുള്ള പ്രത്യാശയിൽ തന്നെ ഇവിടെ ജീവിതം നയിച്ചു. ദൈവത്തിന് സ്നേഹം കർത്താവെ പകർന്ന് പങ്കുവെച്ച് നിത്യതയിലും ആ സ്നേഹം ഞങ്ങളെ പിൻപറ്റും, സ്നേഹം ഞങ്ങൾ അവിടെ അനുഭവിക്കും എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുവാൻ ഇന്ന് പകലിലും തുടർന്നുള്ള നാളുകളിലും ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും അവരവരുടേതായ ജീവിത നിലവാരത്തിൽ സ്വർഗം പകർന്നു കൊടുത്തു കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. മഹത്വം അങ്ങയ്ക്ക്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന അതേ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാമോ ചേർത്ത് പാടിക്കട്ടെ.